ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. എൻ്റെ അമ്മച്ചിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിലായതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാക്ക, കോഴി ഇതൊക്കെ സൗണ്ട് ഉണ്ടാവും, കിളികളൊക്കെ സൗണ്ട് ഉണ്ടാക്കും. ക്ഷമിക്കുക. ആൻഡ് എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് ആഷിഖ മറിയം ആൻഡ് ദിസ് ഇസ് മൈ ചാനൽ ആഷി ക്രിയേറ്റ്സ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, നമുക്ക് വീഡിയോ പോവാം. കമാൺ. ചക്ക ചെറുതായിട്ട് മുറിച്ചിട്ട് പിന്നെ കുറച്ചും കൂടി ടേർമറിക് പൗഡറൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഫുൾ അടുപ്പിലാട്ടോ കുക്കിങ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും അടുപ്പിൽ വെക്കുകയാണെങ്കിൽ. പിന്നെ അതിൽ കുറച്ച് മിക്സ് ഉണ്ടാക്കാനുണ്ട്. ആ മിക്സിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ജീരകമല്ലേ, ചെറിയ ജീരകവും പിന്നെ ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയാണ് വേണ്ടത്. തേങ്ങ നല്ലോണം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുറേ ഉണ്ടെങ്കിൽ. അപ്പം മാക്സിമം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഹെൽപ്പ് ചെയ്യാനും ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു ഓരോന്ന് ചെയ്യാൻ. അങ്ങനെ എനിക്കും പഠിക്കാമല്ലോ. ഞാൻ ഈ വക സാധനങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടും കൂടിയില്ല. ആൻഡ് ഇത് അരയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം. അപ്പം നല്ല രീതിക്ക് പേസ്റ്റായിട്ട് കിട്ടും. ആൻഡ് ഞാൻ അത് കൊണ്ടുപോയി അരച്ച് കൊണ്ടുവരാൻ പോവാണ്. അരച്ച് വന്നപ്പം നല്ല മണം ഉണ്ടായിരുന്നിലേക്ക് നമ്മളെ ജീരക കഞ്ഞിക്കല്ലേ, അതിൻ്റെ ഒരു മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പേസ്റ്റ് നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻ്റായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ വേവിക്കാൻ വെച്ച സാധനം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആവി പിടിച്ച് കുറേ ഉണ്ടായിരുന്നു, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല രീതിക്ക് ഇനി ഉടച്ചെടുക്കണം. ആദ്യം ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുക, അത് അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ നോക്കുക, എന്നിട്ടത് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വേവും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, കുറച്ചും കൂടി വേവും കൂടി വേണം പറഞ്ഞുമ്മ. അപ്പോൾ കുറച്ച് നേരം കൂടി മൂടി വെച്ചിട്ട് അടച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല മിക്സായി നോക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടിയും അതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ചും കൂടി വേവ് ആക്കിപ്പിക്കുകയാണ്. അപ്പം അത് വെന്തലൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് തൂമിക്കണം. നമ്മളിവിടെ തൂമിക്കാന്ന് കേട്ടോ പറയാം. ലൈക്ക് നമ്മളിപ്പോൾ ഉപ്പേരിയൊക്കെ തൂമിക്കുക, കറി തൂമിക്കുക എന്നൊക്കെ പറയില്ലേ, ഇവിടെ തൂമിക്കുക എന്നാണ് പറയല്ലേ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തൂമിക്കാൻ വേണ്ടി കടുക് ഇട്ടതിന് ശേഷം ചെറിയുള്ളി പിന്നെ വേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ആ ഒരു ഉള്ളിൻ്റെ കളർ ഒരു ലൈറ്റ് പിങ്ക് കളറാവുന്ന വരെ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ടൈമിൽ ഉണ്ടാവുക. നല്ലൊരു പ്രത്യേക സ്മെല്ലുണ്ടാവും. എനിക്ക് ഈ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ വേറൊരു മിക്സും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഒന്നുമില്ല, തേങ്ങ കുറച്ചും കൂടി തേങ്ങ നമ്മൾ ബാലൻസ് എടുത്ത് വെക്കണം. ആ തേങ്ങയും പിന്നെ വറ്റൽമുളകില്ല, റെഡ് കളർ നീളത്തിലുള്ള ആ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. ആ തേങ്ങ കുറച്ച് വഴണ്ട് വരുന്ന വരെ നല്ല രീതിക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നല്ല മിക്സ് ആയതിന് ശേഷമാണ് നമ്മൾ ഉടച്ച് വെച്ച് നമ്മളുടെ ചക്ക ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. കുറച്ച് മിക്സ് ചെയ്താൽ മതി. ഒക്കെ പാട് കൊണ്ടിട്ടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക. ലൈക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണത് നല്ലതാണ്. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. മെയിൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടുപ്പിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല തീ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഇടുമ്പോഴും നല്ല രീതിക്ക് നല്ലോണം എടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ട്രിപ്പ് ഇടാം, പിന്നെ നെക്സ്റ്റ് കുറച്ചും കൂടി എടുത്തിട്ടിട്ട് പിന്നെയും മിക്സ് ചെയ്യുക. അങ്ങനെ 2-3 വട്ടം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളിത് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് മെല്ലെ ഇതെല്ലാം മിക്സ് ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പുണ്ടോയെന്ന്. അപ്പോൾ ഞങ്ങളിത് ചെക്ക് ചെയ്ത സമയത്ത് ഞങ്ങളിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മാക്സിമം കുറച്ചധികം ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ ഒരു സ്പൂൺ 1.5 സ്പൂൺ ഇട്ട് ഞങ്ങൾ ഇട്ടിട്ട് നല്ല രീതിക്ക് അത് മിക്സ് ചെയ്യുന്നുണ്ട്. അത് മിക്സ് ചെയ്ത് ഉപ്പും എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് എത്തുന്ന രീതിക്ക് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ആൻഡ് ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നല്ല രീതിക്ക് മിക്സ് ആയതിനു ശേഷം ലാസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ മിക്സ്, നമ്മൾ നേരത്തെ ആക്കി വെച്ച തേങ്ങാപ്പാൽ മിക്സ് ആഡ് ചെയ്യണതാണ്. അപ്പം അതും ഇങ്ങനെ കുറച്ച് ആഡ് ചെയ്യുക. പിന്നെ ഇത് ഇളക്കുന്ന സമയത്ത് നമ്മൾ പ്ലക്കർ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ചും കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഈ പാൽ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പിടിക്കാൻ വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അത് നല്ല രീതിക്ക് മിക്സ് ആകണം. അതുകൊണ്ട് നല്ല പാൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പാൽ നല്ല ആ മിക്സ് നല്ല ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക, എല്ലാ പാത്രത്തിനും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നെ ചക്കപ്പുഴുക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെ ഇട്ട് ഉണ്ടാക്കുള്ളൂ. ഇത് നല്ല മണം ഉണ്ടായിരുന്നു. ഇത് ഈ സാധനം ഒഴിച്ചപ്പം വേറൊരു പ്രത്യേക ഒരു സ്മെല്ലാട്ടോ വന്നിരുന്നത്. ആൻഡ് ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക, നല്ല ഉടഞ്ഞെടുക്കണ മാതിരി നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വയലിങ്ങനെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്, ചക്കപ്പൊരി, ചക്ക മീൻസ് പഴുത്ത ചക്ക ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പുഴുക്കിനോട് അത്രയ്ക്ക് വലിയ ക്രേസ് ഉണ്ടായിരുന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം
ഇതിപ്പം സ്മെല്ല് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക വായിലൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മച്ചിൻ്റെ സ്പെഷ്യൽ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, അത്രയ്ക്ക് വലിയ പണിയൊന്നുമില്ല. ആ ചക്ക നല്ല രീതിക്ക് മുറിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ലൈക്ക് എൻ്റെ അമ്മച്ചിൻ്റെ ഈ റെസിപ്പി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം, കമൻറ്റ് സെക്ഷനിൽ പറയണം. ആൻഡ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ആൻഡ് സെക്കൻഡ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അൺടിൽ ദെൻ ബൈ ഫ്രം അഷി ക്രിയേറ്റ്സ്.